പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ പരിപാടിയിൽ ഇടപെടാൻ നമുക്കറിയാം. ഇത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രതികരണ വേദിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിളികൾ ഈ പരിപാടിയിൽ ആവശ്യമാണ്. സ്ഥിരം പ്രേക്ഷകർക്ക് നമ്പർ അറിയാം, സ്ക്രീനിൽ നമ്പർ തെളിയുന്നു. 048428305110 0484283050. അതേപോലെ 24 വാർത്താ ചാനൽ യൂട്യൂബിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. യൂട്യൂബിലെത്തിയാൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ കുറിക്കുക. അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങൾ വേണം, വിളികൾ വേണം, ഇടപെടൽ വേണം. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾമെൻറ്റ് നമ്പറാണ് 048428305010. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം, വിളിക്കുക. എന്നോട് സംസാരിക്കുമ്പോൾ നമുക്ക് തമ്മിൽ പുതിയൊരു ചങ്ങാത്തം ഉണ്ടാകുമെന്ന് മാത്രമല്ല, പുതിയ അടിയന്തരമായ പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റോറിയിലേക്ക് പോവുകയാണ്. ഇന്ന് പകൽ കണ്ട കാര്യമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തലസ്ഥാനത്ത് തെരുവുയുദ്ധം അരങ്ങേറി. പരമാവധി സംയമനം പാലിച്ച് പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ഒടുവിൽ ലാത്തി വീശി. സംഘർഷത്തിൽ നിരവധി പോലീസുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് വാഹനങ്ങളും തല്ലിത്തകർത്തു. സമരം ചെയ്യുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്താൽ എണ്ണി തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പറയുന്നതും കേട്ടു. അത്യന്തം നാടകീയവും അസാധാരണവുമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് സമരവും പോലീസിന്റെ നടപടിയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ പ്രവർത്തകർ പ്രകോപിതരായി. വഴിയരികിൽ കണ്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സിന്റെയും ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തുകൊണ്ട് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യവേ അടിക്ക് തിരിച്ചടിയെന്ന വി ഡി സതീശന്റെ പ്രഖ്യാപനം. പോലീസ് കേസെടുക്കാതെ ഈ ക്രിമിനലുകളെ രക്ഷിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ഞങ്ങൾക്കും പറ്റും. ഈ അടിച്ച ആളുകളെയൊക്കെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പറ്റും. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് വി ഡി സതീശൻ മടങ്ങിയതിനു പിന്നാലെ ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകരുടെ ശ്രമം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രതിരോധവുമായി പ്രവർത്തകർ. പോലീസിന് നേരെ വ്യാപക കല്ലേറും അതിക്രമവും. ലാത്തി പിടിച്ചു വാങ്ങിയും പോലീസിന്റെ ഷീൽഡുകൾ അടിച്ചു തകർത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചു. എന്നിട്ടും സംയമനം കൈവിടാത്ത പോലീസിനെയാണ് ഇന്ന് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കണ്ടത്. പോലീസുകാർക്ക് പരിക്കേറ്റതോടെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഒടുവിൽ പോലീസ് ലാത്തി വീശി. വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസുകാർ വീണ്ടും പോലീസിനെതിരെ തിരിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ തുണിമേ പിടിച്ചിട്ടുള്ള പോലീസുകാരൻ അവന്മാരെ കണ്ടിട്ട് ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അതിനകത്തൊരു തർക്കവും വേണ്ട. SFIക്കാരൻ സമരം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പലരെയും നേതൃത്വം ബലപ്രയോഗത്തിലൂടെ മോചിപ്പിച്ചു. ഇതിനിടെ പോലീസ് വാഹനങ്ങളും തല്ലിത്തകർത്തു. DCC ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നടത്തിയ ശ്രമം വീണ്ടും സംഘർഷത്തിനിടയാക്കി. ഏറെ നേരത്തെ പിരിമുറുക്കത്തിനു ശേഷം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളോടുള്ള ഭരണപക്ഷ യുവജന സംഘടനകളുടെ സമീപനവും ശ്രദ്ധേയമായിരിക്കും. ചുരുക്കത്തിൽ വരും ദിവസങ്ങൾ തലസ്ഥാന നഗരം സമരമുഖരിതമായിരിക്കുമെന്ന് വ്യക്തം. ടീം 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തലസ്ഥാന നഗരിയിലെ കാഴ്ചകൾ യഥാവിധം കണ്ട് നമ്മുടെ പ്രേക്ഷകർ നടുങ്ങിപ്പോയിട്ടുണ്ടാകും. അത്ര കൂടുതൽ പ്രശ്നങ്ങളാണ് അവിടെ അരങ്ങേറിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു തെരുവുയുദ്ധം തന്നെ നടന്നു. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, പോലീസ് അൺയൂഷ്വലായ സംയമനം പാലിച്ചു എന്നതാണ് നേര്. എന്താണ് അതിനെ അവരെ പ്രേരിപ്പിച്ചെന്നറിയില്ല. മുകളിൽ നിന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണോ, അതോ ഇനി ആവശ്യത്തിന് പോലീസുകാരില്ല, അതുകൊണ്ട് സമാധാനത്തിൻ്റെ വഴിയാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല. ക്ഷിപ്രകോപത്തിൽ ലാത്തി വീശുന്ന പോലീസുകാർ വളരെ സമാധാന കാംക്ഷികളായി കണ്ടു. ഈ പകലൊടുങ്ങുമ്പോൾ ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക്
തോന്നിയത് അതാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആളുകൾ അടികൊണ്ട് വീഴുന്ന കാഴ്ച ഒഴിവായത് ഒരുപക്ഷെ പോലീസ് കാണിച്ച സംയമനം തന്നെയാണ് എന്ന് നമ്മൾ പറയണം. ഒരു ബിഗ് സല്യൂട്ട് ടു കേരള പോലീസ്. നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, തലസ്ഥാന നഗരിയിലേക്ക് പ്രവേശിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തിയതും മാർച്ച് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധത്തിൻ്റെ നിറം നേടിയതും. കരിങ്കൊടി കാണിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് നേതാക്കൾ ഇന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അടിക്കടി, കല്ലിന് കല്ല്, രക്തത്തിന് രക്തം, ഈ രീതിയിലായിരുന്നു നേതാക്കന്മാരുടെ പ്രസംഗം. വളരെ പ്രകോപനപരമായ പ്രസംഗമായിരുന്നു ഇന്ന് കേട്ടത്. അടിക്ക് തിരിച്ചടി എന്ന പ്രതിപക്ഷ നിലപാടിനോട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് നോക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഇതെല്ലാം അവർ കണ്ടതാണല്ലോ ഇന്നത്തെ പകലിൽ. ഇപ്പോൾ ഒരു കറുത്ത കൊടി കാണിക്കുമ്പോഴത്തേക്കും ഈ രാജാവിനെന്താ ഇത്രമാത്രമുള്ള ദേഷ്യം? കറുത്ത കൊടി കാണുമ്പോഴത്തേക്കും ഇവരെ ആക്രമിക്കുകയും പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. മൃഗങ്ങളെപ്പോലും അങ്ങനെ ഒരാൾ ആക്രമിക്കില്ല. മൃഗങ്ങളെപ്പോലും അങ്ങനെ അതുകൊണ്ട് തന്നെ അടിക്ക് തിരിച്ചടി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കാര്യം കൂടി കാണിക്കും. അതിന് മറ്റേ DYFI വിളിച്ചിങ്ങാണ്ട് ഇങ്ങനെ തല്ലണ ആവശ്യമൊന്നുമില്ല. അതടിക്കേണ്ടി വരുമല്ലോ, പോലീസുകാരല്ലേ. DYFI സാധാരണ ജനങ്ങൾ അവരെ സർക്കാർ എന്ന് പറയാൻ മൊത്തം ജനങ്ങൾ സർക്കാരാണ്. DYFI എന്ന് പറഞ്ഞാൽ അവരെ ഒരു പാർട്ടി ബേസിൽ പോകാൻ തന്നെ. അപ്പോൾ തിരിച്ചടിക്കേണ്ടി വരും അതിന്. അതുപോലെ തിരിച്ചടിക്കൽ അനുയോജ്യമായ ഇതല്ല. പോലീസ് അവരെ ഡ്യൂട്ടി ചെയ്യല്ലേ, അത് അവർ അതിന് വേണ്ടമാർക്ക് ചെയ്യണം വേണ്ടത്. എല്ലാ പാർട്ടിയിലുള്ളവർക്കും ഒരു എതിരഭിപ്രായമാണ്. ഇപ്പോൾ DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അവരുടേതായ ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ പ്രതികരിക്കണം, അത്രേ ഉള്ളൂ. സനീർ പറപ്പാടൻ പറയുന്നു, ഇന്ന് രാവിലെ SK വന്നപ്പോഴും ഞാൻ സവാള കട്ട് ചെയ്യായിരുന്നു, രാത്രി വന്നപ്പോഴും ഞാൻ സവാള കട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സവാള കട്ട് ചെയ്യുന്നതിനാണോ പണി? നിങ്ങൾ വേറെ മാറ്റി പിടിയാച്ചാനേ. അനിൽകുമാർ പറഞ്ഞു, ഗുഡ് ഈവനിങ് SKN. കേരളത്തിൽ ഓരോ ദിവസവും സംഭവങ്ങൾ കണ്ടാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കേണ്ടതല്ല എന്ന് തോന്നിപ്പോകുന്നു, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പല ആളുകൾക്കും ഇതിലൊരു വലിയ സങ്കടം തോന്നി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്ക് നമുക്ക് കടക്കാം. ബാണാസുര സാഗറിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പണിതിട്ടും പണി തീരാത്ത ഒരു ജലസേചന പദ്ധതിയാണ് വയനാട്ടിലെ ബാണാസുര സാഗർ. 2 പതിറ്റാണ്ടിലേറെയായി പണി തുടങ്ങിയിട്ട് ഇപ്പോഴും പണി തീരാത്ത കനാലുകൾ പലയിടത്തുമുണ്ട്. ഇതിനിടെ നടക്കുന്ന പുതിയ നിർമ്മാണ പ്രവൃത്തികളിലെ അപാകത ചോദ്യം ചെയ്യുകയാണ് പദ്ധതി പ്രദേശ ജനങ്ങൾ. ഇതെന്തെങ്കിലും ഒന്ന് തീരണ്ടേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പണിതിട്ടും പണി തീരാത്ത പദ്ധതിയാണ് വയനാട്ടിലെ ബാണാസുര സാഗർ. 2 പതിറ്റാണ്ടിലേറെയായിട്ടും കൂട്ടിമുട്ടാത്ത കനാലുകൾ ഇവിടെ കാണാം. പുതിയ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടുകയാണ് പദ്ധതി പ്രദേശത്തെ ജനത. ഈ പ്രദേശം പടിഞ്ഞാറെത്തറ കറളോട്ടുകുന്ന്. ഇവിടെ കനാൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 മീറ്റർ വീതിയിലും 2 മീറ്റർ ഉയരത്തിലുമുള്ള കനാലിലൂടെ വെള്ളം എത്തുന്നത് വെറും 1/2 മീറ്റർ മാത്രം വീതിയുള്ള കൈത്തോട്ടിലേക്ക്. മഴക്കാലത്ത് വെള്ളം കുത്തിയൊലിച്ചെത്തി കൃഷി വെള്ളത്തിലാക്കുന്ന വിധമാണ് നിർമ്മാണമെന്ന് നാട്ടുകാർ. ആർക്കുവേണ്ടിയാണ് ഇത്തരം തലതിരിഞ്ഞ നിർമ്മാണമെന്നും ചോദ്യം. ഇപ്പോൾ പുതിയ മെയിൻ കനാൽ ഉണ്ടാക്കിയിരിക്കുന്ന പരമ അബദ്ധമാണ്. അതിൻ്റെ 2 സൈഡിലും കനാലിൻ്റെ 2 സൈഡിലും 1 ഇഞ്ച് പോലും കോൺക്രീറ്റ് ഇല്ല, വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. അതിലൂടെ വെള്ളം വന്നാൽ ഞങ്ങളുടെ വീട് പോയിട്ട് ഞങ്ങളെ ഈ വയനാട്ടിൻ്റെ പകുതി ഭാഗം വരെ ഒലിച്ചു പോകും. ഇപ്പോൾ നിലവിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ പുതിയ നിർമ്മാണം അനുസരിച്ച് ഒരു 2 മീറ്റർ വീതിയിലും 2 മീറ്റർ ഉയരത്തിലുള്ളൊരു തോടാണ്. ആ തോട് ചെന്ന് ചേരുന്നത് 1/2 മീറ്റർ പോലും വീതിയില്ലാത്ത ഒരു തോട്ടിലേക്കാണ്. ആ വെള്ളം എങ്ങനെ ഈ തോട്ടിലൂടെ പോകുന്നു എന്നുള്ള പോലെ ഞങ്ങൾക്ക് ബലമായ സംശയമാണ്. കാൽനൂറ്റാണ്ടായിട്ടും കൂട്ടിമുട്ടാത്ത കനാലുകൾ ഇന്നാട്ടിലെ കാഴ്ചയാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായിട്ടും പ്രയോജനം ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. വെള്ളം അങ്ങോട്ട് തിരിച്ചു വിട്ടാലും അങ്ങോട്ടുള്ള എല്ലാവർക്കും കൃഷിയെടുക്കാൻ ഭയങ്കര വിഷമമാണ്. പിന്നെ തോട് പൊട്ടിപ്പോവില്ലേ, ചെറിയ തോടാ, ആ തോടങ്ങ് പൊട്ടിപ്പോവില്ലേ, അങ്ങനെ കൃഷിയൊക്കെ നശിച്ചു പോവില്ലേ, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ തന്നെ. ഇപ്പം ഈ പണി വന്നപ്പോൾ 2 പ്രാവശ്യം ഒന്ന് വൃത്തിയാക്കിയിരുന്നു. എല്ലായിടയ്ക്കും തൊഴിലുറപ്പുകാരെ കൊണ്ട് 1 പ്രാവശ്യം കൊരിച്ചു.
ഒരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ത് നമുക്ക് ഉപദ്രവം തന്നെ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലെ വെള്ളം മുഴുവൻ വന്ന് ഇവിടെ ഈ പ്രദേശം മൊത്തം വെള്ളം നിറയും. നിർമ്മാണത്തിലെ അപാകത ചോദ്യം ചെയ്യുകയാണ് പ്രദേശവാസികൾ. ഉദ്യോഗസ്ഥരുടെ കൊള്ളരുതായ്മയെന്ന് ആരോപണം. പിന്നെ ഈ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളാനകളാണ്. ഞാൻ 3 വർഷം ഡാമിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ എന്താ വെച്ചാൽ ഈ അങ്ങേ തല ഇതുവരെ ജോയിൻ്റ് ആക്കിയിട്ടില്ല. ഇവിടെയൊക്കെ പണിയെടുക്കുന്ന കുപ്പാടത്തറ എന്ന് പറയുന്ന കുറേ സ്ഥലത്ത് ഒരുപാട് കോടികൾ മുടക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇവിടുന്ന് പടിഞ്ഞാറത്തറ ടൗൺ വിട്ടാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഈ കനാൽ എവിടെയും ജോയിൻ്റ് ആക്കിയില്ല. ഡാമിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരണമെങ്കിൽ 3 സ്ഥലത്ത് ജോയിൻ്റ് ചെയ്യാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ ജോയിൻ്റ് ആക്കിയില്ല. ഇത് ഇപ്പം ചെയ്തിരിക്കുന്ന ആദ്യം കുറേ മണ്ണിട്ട് പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ ഈ മണ്ണിൻ്റെ മുകളിൽ ചെറിയ കോൺക്രീറ്റ് ഇട്ട് പല കൊണ്ട് ഇങ്ങനെ അടിച്ചുറപ്പിച്ചിട്ട് തേച്ച് അന്നും എതിർത്താളാണ് ഞാൻ. അന്ന് 25 വർഷം മുന്നേ ഇത് വന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ട് കുറേ കച്ചറ കൂടിയ ആളാണ്. അടുത്ത മെയ് മാസത്തോടെ ഞാറ്റലപ്പടി തോട്ടിൽ വെള്ളമെത്തിച്ച് 16 മൈൽ കണ്ണോത്ത് പുതുശ്ശേരി കടവ് പാടങ്ങളിലേക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ശ്രമമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. എന്നാൽ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളത്തെ താങ്ങാൻ 1/2 മീറ്റർ മാത്രം വലിപ്പമുള്ള തോടിന് കഴിയില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. വർഷങ്ങൾ ഇത്രയായിട്ടും ബാണാസുര സാഗർ പദ്ധതി കൊണ്ട് ജലസേചനത്തിനായി ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചിട്ടില്ല. നിർമ്മാണ പ്രവൃത്തികൾക്കായി കോടികൾ ഇതിനകം ചിലവഴിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകത ആരോപണം ഉയരുന്നത്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മളിനി ജനങ്ങളിലേക്കാണ് പോകുന്നത്. ബാണാസുര സാഗർ ജലസേചന പദ്ധതി സർവേ അനന്തമായി നീളുമ്പോൾ അതിൻ്റെ ദുരിതം പേറുന്നത് ഇവിടുത്തെ പ്രദേശവാസികളാണ്. അവർക്കാണല്ലോ എപ്പോഴും കഷ്ടപ്പാട്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ കൃഷി വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ പാവം കർഷകർ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ജനങ്ങളോട് ചോദിച്ചു, അവർ ശക്തമായി പ്രതികരിക്കുകയാണ് ഈ കാര്യത്തിൽ. അന്ന് തന്നെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കുറേ മേലെ നിന്ന് ഡ്രൈനേജ് ഉണ്ടാക്കിയ ഒരു തോടുണ്ട്. ആ തോട് കംപ്ലീറ്റ് ഇപ്പോൾ ഇടിഞ്ഞ് ജനങ്ങൾക്ക് വരെ അത് നടക്കാൻ പറ്റില്ല. അവിടെ ജലീൽ അങ്ങനെ കുറച്ച് ആൾക്കാർ വീടുണ്ട്. അതിലേക്കൊക്കെ മഴ പെയ്യുമ്പോൾ അവരെ വീട്ടിലേക്ക് വെള്ളം കയറുവാണ്. അവിടെ ഒരു 3 കുടുംബം ഇപ്പോൾ ശരിക്കും മഴക്കാലത്ത് അവരെങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത് വെച്ചാൽ അത്രയും വിഷമത്തിലാണുള്ളത്. ചെറിയൊരു 1/2 മീറ്റർ പോലും ഇല്ല. അത് മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്ന ഒരു കനാൽ. അത് ആദ്യം ഫസ്റ്റിൽ ഇവരുണ്ടാക്കിയതാണ്. അന്ന് നമ്മുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം എടുക്കാമെന്നും പറഞ്ഞിട്ട് അത് മുഴുവൻ പൊളിഞ്ഞ് നടക്കും. ഇപ്പം തന്നെ വെള്ളം കിട്ടുന്നില്ല. അതിൽ നിന്ന് ഞങ്ങൾ കഷ്ടി അങ്ങനെ ഒപ്പിച്ചങ്ങ് പോവുക. ഈ കൃഷി മുഴുവൻ നശിച്ചു പോകും. ഈ തോടും കൂടെ എങ്കിൽ എന്ന് കയറുമ്പോഴേക്കും അത് മുഴുവൻ പൊളിഞ്ഞ് നാശമാവും. താഴത്തെ റോഡുകളെല്ലാം ബ്ലോക്കാവും. പിന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പഴയ നിർമ്മാണം തന്നെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. പുതിയ നിർമ്മാണം എന്ന് വെച്ചാൽ ഇവർ ഐഡിയ ഇല്ലാത്തൊരു പണിയാണ് ഇവിടെ നല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ 2 തലയും യോജിപ്പിക്കാണ്ട് അവിടെ ഇവിടെ ഇവരെടുത്തുകൊണ്ട് നാട്ടുകാർക്ക് അതിനോട് ഉപകാരമില്ല. അത്രയും നല്ലൊരു കൃഷിഭൂമിയാണ് ഇവരുടെ വ്യവസായം കളയുന്നത്. കോടിക്കണക്കിന് രൂപ സർക്കാർ ഇത് വകയിരുത്തിക്കൊണ്ട് ഇങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാർക്കും കുറേ കോൺട്രാക്ടർമാർക്കും ജീവിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ കോൺട്രാക്ടർ എഞ്ചിനീയർ വൃത്തിയായിട്ട് എടുക്കാൻ പറയുമ്പോൾ പോലും സർക്കാരിൻ്റെ എഞ്ചിനീയർ പറയുന്നത് അത്ര വൃത്തിയായിട്ട് എടുക്കേണ്ട എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രളയം പോലെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. എല്ലാം നശിവാണ്. മഴക്കാലത്ത് വാഴ കൃഷിയാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും. അപ്പോൾ അതിന് ഒരു നടപടി ഉണ്ടാവണം. ഇത് വെറുതെ ജനങ്ങളെ നികുതി പൈസ ഇങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒഴുക്കിയിട്ട് കാര്യമില്ലല്ലോ. ഈ 30 വർഷത്തോളം ആയിട്ട് ഇതുവരെ ഒരു തുള്ളി വെള്ളം കൃഷിക്കാർക്ക് കിട്ടുമോ ഈ വയനാടിന് ഒരു ഉപകാരമോ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ കനാലും അതുപോലെ ബാക്കിയുള്ള ഈ പൊതുമരാമത്ത് വകുപ്പ് ഈ വർക്കുകളെല്ലാം തന്നെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയകളുടെ ഒരു കള്ളക്കളികൾ മാത്രമാണ്. ഇനി ചില യൂട്യൂബ് സന്ദേശങ്ങൾ പറയാം. അപ്പോൾ ജെ ഫ്രെയിംസ് പറയുന്നു, എറണാകുളത്ത് നോർത്ത് പാലത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അങ്ങനെ ഒരു വാർത്ത വന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും താങ്കൾ പറയുന്നു, നവകേരള യാത്ര കൊണ്ട് ആർക്കാണ് ഗുണമെന്ന് മുരുകൻ AK ചോദിക്കുന്നു. നസീർ അരിമ്പ്ര പറയുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ അക്രമ ആഹ്വാനത്തിനെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്നു. പരസ്യമായി ഇത്തരം ആഹ്വാനങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്കും സംശയം തോന്നുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റ് സ്റ്റോറിയിലേക്ക് പോകാം. കാസർഗോഡ് ജില്ലയിലെ ഗവൺമെൻറ് ജീവനക്കാരുടെ നിയമനത്തിൽ മെല്ലപ്പോക്ക് തുടരുന്നു എന്ന വാർത്ത വരുന്നു. വിവിധ വകുപ്പുകളിലായി 1712 തസ്തികകളിലാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴില്ലാത്തത്. സർക്കാർ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങിയതോടെ ആരോഗ്യവകുപ്പിൽ 301 കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നുവെന്നും പരാതി ഉയരുന്നു. എന്തായാലും തീർച്ചയായും ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഈ ക്യാമറ ചലിപ്പിക്കുന്നത്.
കാസർഗോട്ടേക്ക് നിയമനം ലഭിച്ചാൽ ഉദ്യോഗസ്ഥർ വരുന്നില്ല എന്നായിരുന്നു സർക്കാരിന്റെ സ്ഥിരമായ വിശദീകരണം. ജില്ലയിലെ വിവിധ വകുപ്പുകളിലായി ഒഴിവുകളുടെ എണ്ണം 1500 കടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു. അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ 4 മാസത്തിനു ശേഷവും സ്ഥിതി സമാനമാണ്. കാസർഗോഡ് ഏറെ പിന്നാക്കം നിൽക്കുന്ന ആരോഗ്യ മേഖലയിൽ തന്നെയാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത്. ഔദ്യോഗിക കണക്കനുസരിച്ച് ആരോഗ്യവകുപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 301 കസേരകൾ. വിവിധ ആശുപത്രികളിലായി 323 ഡോക്ടേഴ്സ് ആവശ്യമാണ്. എന്നാൽ നിലവിലുള്ളത് 251 പേർ മാത്രം. 72 ഡോക്ടേഴ്സിന്റെ കുറവുണ്ട്. സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നത് ഡോക്ടേഴ്സിന്റെ അഭാവം മൂലമാണ്. ഇതിനു പുറമെ 22 ഹെൽത്ത് ഇൻസ്പെക്ടർ, 24 സ്റ്റാഫ് നഴ്സ്, 79 ജൂനിയർ ഹെൽത്ത് നഴ്സ് എന്നീ ഒഴിവുകളിലും നിയമനം ഉണ്ടായിട്ടില്ല. കാസർഗോഡ് പോലുള്ള ഒരു ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ തസ്തികകൾ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് 10,000 ഉറുപ്പിക ഇൻസെൻറ്റീവ് കൊടുക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല. ആ ഇൻസെൻറ്റീവ് 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ജില്ലയിൽ ജോലി ചെയ്യാൻ പലർക്കും ഒരു പ്രേരണ ഉണ്ടാകും. ഇപ്പോൾ നവകേരള സദസ്സ് സംഘടിപ്പിച്ചു, കാസർഗോഡ് ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉടനെ പരിഹാരം കാണേണ്ടത്. അപ്പോൾ ഒരു ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന ഈ തസ്തികകൾ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ വളരെ പെട്ടെന്ന് നികത്തണമെന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിൽ 481, റവന്യൂ വകുപ്പിൽ 74 ഒഴിവുകളിലും നിയമനമില്ലാതെ തുടരുന്നു. അവശ്യ സർവീസുകളായ പോലീസിൽ 145, ഫയർഫോഴ്സിൽ 53 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ജില്ല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയെന്ന് വർഷങ്ങളായി നാം കേൾക്കുന്നതാണ്. അതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ കാസർഗോട്ടെത്തി ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമാണ്. അതിന് ജനങ്ങൾ ഉത്തരവാദികളല്ല. കാസർഗോഡ് നിന്നും അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്കറിയാം, പലപ്പോഴും കാസർഗോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നിന്നെ കാസർഗോട്ടേക്ക് അടിക്കും, സൂക്ഷിച്ചോണം എന്നൊക്കെ പല മെനുദ്യോഗസ്ഥന്മാരും പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ആളുകൾക്ക് കാസർഗോഡേക്കൊന്നും യാത്ര ചെയ്യാൻ താല്പര്യമില്ല. അഥവാ യാത്ര ചെയ്താൽ തന്നെ വളരെ പെട്ടെന്ന് 2 ആഴ്ചയ്ക്കും അവർ തിരിച്ചുള്ള ട്രാൻസ്ഫറിന് ശ്രമം നടത്തും. അവർ ഉയരങ്ങളിൽ സ്വാധീനിക്കും. തിരിച്ചു പോകാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ പയറ്റിയെന്ന് വരും. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ ഈ പല മേഖലയിലും ഇത്രയധികം ഏതാണ്ട് 1712 തസ്തികകൾ ഈ ജില്ലയിൽ മാത്രം വിവിധ വകുപ്പുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള കാര്യം വരുന്നത്. അതിർത്തി ജില്ലയോട് ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യക്കുറവുണ്ട്. കന്യാകുമാരി ജില്ലയ്ക്കും കാസർഗോഡിന് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട് കന്യാകുമാരി ജില്ലയോട് അല്പം താല്പര്യം കുറവ്, കേരളത്തിന് കാസർഗോഡോട് താല്പര്യം കുറവ്. അപ്പോൾ ഇവിടെയും മനുഷ്യരാണ് ജീവിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ ഒപ്പിടുമ്പോൾ അറിയുന്നില്ല. ആരോഗ്യ മേഖലയിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കോവിഡൊക്കെ ഇങ്ങനെ പച്ചപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്രയധികം കസേരകൾ ഒഴിച്ചിടാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ നേരായ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു. സർക്കാർ അതിന് നിലപാടെടുക്കണം. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സമരം കാര്യങ്ങളും കൊണ്ടുപോകാതെ സർക്കാർ അടിയന്തരമായിട്ട് തന്നെ നടപടി എടുക്കണം. അതാ വേണ്ടത്. ഗവൺമെൻറ് ജോലിയിൽ തന്നെ പ്രവർത്തന രംഗത്ത് ഇല്ലെങ്കിൽ ആളില്ലെങ്കിൽ, ഒരു രോഗി പോയി കഴിഞ്ഞാൽ ആ രോഗിനെ നോക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ആ രോഗി പിന്നെ എവിടെ പോവാം? എവിടത്തെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എവിടെയെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം. അവർക്ക് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പണം വേണ്ടേ? വേഗത്തിലാക്കണം. പക്ഷേ പഠിക്കാതെ ജോലി കൊടുക്കുന്നത്, പഠിച്ചവർക്ക് കൊടുക്കുന്നില്ലല്ലോ. കാസർഗോഡിലെ ഏറ്റവും താപ്പുന്നു വെറും ആ ജില്ലേനെ അവഗണിക്കുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കാണുന്നില്ല ഇന്ത്യയിൽ. ആ സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് ഇല്ലാണ്ട് ജനങ്ങൾ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. സർക്കാർ മുഖവിലക്ക് എടുക്കുന്നില്ലല്ലോ. സർക്കാർ മുഖവിലക്ക് എടുക്കുന്നില്ല. അല്ല, എല്ലാ സ്തംഭനാവസ്ഥ ഉണ്ടാവും. മൊത്തത്തിൽ കേരളത്തെ ബാധിക്കുമല്ലോ അത്. നിയമനം ഏറ്റവും കൂടുതലുള്ളത് 1100 വേക്കൻസിന് അത് ഇതായില്ല. അതേപോലെ ആരെങ്കിലും ഡ്യൂട്ടി ഏറ്റെടുത്തെങ്കിൽ അവർ പിന്നെ പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് കാലിയാക്കും. ഇല്ല, അതെ, ആദ്യം വരും, വന്നിട്ട് ഡ്യൂട്ടി ഏറ്റെടുക്കും, പിന്നീട് അവർ തിരിച്ചു പിന്നെ മടങ്ങി വരില്ല. ഇവിടെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ അപ്പോഴും ഡ്യൂട്ടി ചെയ്യും, അപ്പോഴും തിരിച്ചു പോകും. അങ്ങനത്തെ കാലാവസ്ഥയിൽ ഇവിടെ ഉള്ളത്. അതെ, മൊത്തത്തിൽ മാറിയെങ്കിൽ നന്നായിരിക്കും.
ഗോപകുമാർ ഭദ്രാലയം പറയുന്ന ഈ പാൻറ്റേ കയറുമ്പോൾ എൻ്റെ പ്രായം കുറയുന്നു. അതിൻ്റെ തന്ത്രം എന്തോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അരുൺ മുട്ടട പറയുന്ന SKN ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സമരത്തിന് ഇടയിൽപ്പെട്ടിട്ട് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ അകപ്പെട്ട ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇത്തരം രാഷ്ട്രീയ കളികൾക്ക് ഇടയിൽപ്പെട്ടു പോകുന്ന ഞങ്ങൾ സാധാരണക്കാർ എന്ത് ചെയ്യണം എന്നാണ് അരുൺ മുട്ടട നമ്മുടെ നേതാക്കന്മാരോടൊക്കെ ചോദിക്കുന്നത്. PSC ചാമ്പ്യൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, പോലീസിൽ ആളില്ല സാർ, ലിസ്റ്റിൽ ഇഷ്ടംപോലെ പിള്ളേരെ എടുക്കാതെ കിടക്കുന്നു. ഇനി 120 ദിവസം മാത്രമേ ഈ ലിസ്റ്റ് കാലാവധി തീരാനുള്ളൂ. അവരുടെ പ്രതികരണങ്ങൾ ഇതിലും വലുതാകും നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോയാൽ. അപ്പോൾ ഹാപ്പി ഡേയ്സിൽ നിന്ന് ഇങ്ങനൊരു സന്ദേശം, പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അതൊരു നല്ല സജഷനാണ്, നമ്മൾ ഉൾപ്പെടുത്താം. തഞ്ചു പറയുന്ന SK ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ ആളുകളെ കഴുതകളാക്കി പ്രസ് മീറ്റ് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ സമരം അനിവാര്യമായിരുന്നു. രക്ഷാപ്രവർത്തനമായി കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ അബ്ദുൽ ഹമീദ് 50,000 ഒഴിവുകൾ PSCയിൽ കിടക്കുകയാണ്. അപ്പോൾ ജോർജ് ആളൂർ പറയുന്നത് സതീശൻ, അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പരസ്യമായി ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് ശരിയായില്ല എന്ന് കൂടി പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ അത്യാവശ്യമുള്ള യൂട്യൂബ് സന്ദേശങ്ങൾ. ഇനി നമുക്കൊരു ചെറിയ ഇടവേള പോകണം. ഇടവേള പെട്ടെന്ന് കഴിയും, വേഗം നമുക്ക് മടങ്ങി വരാം. ബ്രേക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നേരത്തെ ഒരു യൂട്യൂബ് പ്രേക്ഷകൻ സിൽവനസ് V ആൻ്റണി, പ്രേക്ഷകരാണെന്ന് പേരിന്ന് വ്യക്തമല്ല, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, അവരൊരു വാർത്ത അറിയിച്ചിരുന്നു. നമ്മുടെ പാലത്തിൽ വെച്ച്, എറണാകുളം നോർത്തിലെ പാലത്തിൽ വെച്ചൊരു കാറിന് തീപിടിച്ചു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു, താങ്കൾ പറഞ്ഞതിന് ശേഷം അന്വേഷിച്ചത് നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇങ്ങനെ കാറിന് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് അകത്തുണ്ടായിരുന്ന യാത്രക്കാർ എടുത്ത് പുറത്തിയാടി അവരിറങ്ങി ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ശ്യാം, എന്താണ് ശരിക്കും ഉണ്ടായത്? എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഫയർഫോഴ്സ് എത്തി പരിശോധിക്കാൻ തുടങ്ങുകയാണ്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. അല്പസമയം മുമ്പാണ് എറണാകുളം നോർത്ത് മേൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന കാർ പെട്ടെന്ന് തീപിടിച്ചത്. അകത്തേക്ക് പുക വരുന്നത് കണ്ട് തന്നെ യാത്രക്കാർ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് മാറുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ കാറിനെ പൂർണ്ണമായും അഗ്നി വിഴുങ്ങുകയും ചെയ്തു. ഏതായാലും നിലവിൽ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രിച്ച ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ കാറിലെ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്ന പ്രാഥമികമായിട്ടുള്ള ഒരു വിവരവും ഫയർഫോഴ്സ് സംഘം പങ്കുവെക്കുന്നുണ്ട്. കാറിൽ ആരൊക്കെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്? എവിടുന്ന് വന്ന കാറാണ്? അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചോ? രണ്ടുപേരാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അവർ കാറിൽ നിന്ന് തീ പിടിക്കുന്ന കണ്ടപ്പോൾ തന്നെ എടുത്ത് പുറത്തേക്ക് മാറി എന്നാണ് പറയുന്നത്. നിലവിൽ അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആ വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. ഏതായാലും കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ സുരക്ഷിതരാണ്. അല്ല ശ്യാംകുമാർ, യഥാർത്ഥത്തിൽ ഈ സമയത്ത് തന്നെ പോലീസ് എത്താൻ കഴിഞ്ഞോ? അതുവഴി സഞ്ചരിച്ചിരിക്കുന്ന മറ്റാൾക്കാർക്ക്, മറ്റു വാഹനങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായി വിവരമുണ്ടോ? വലിയ തിരക്കുള്ള നേരത്താണ് ഈ കാറ് പാലത്തിന് മുകളിൽ വെച്ച് കത്തിയത്. നോർത്ത് മേൽപ്പാലത്തിന് സമീപത്ത് വൈകുന്നേരത്തെ നേരത്ത് ഉണ്ടാകുന്ന ഒരു വലിയ തിരക്കുണ്ട്. മറ്റു വാഹനങ്ങൾക്കൊന്നും നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. തീ ഉയർന്നത് കണ്ട് തന്നെ വാഹനങ്ങൾ നിർത്തിയിരുന്നു. അതോടുകൂടി വലിയൊരു ഗതാഗത കുരുക്ക് ആ പ്രദേശത്തുണ്ടായി. പക്ഷേ മറ്റാർക്കും ഒരു അപകടവും നിലവിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ശ്യാംകുമാർ, എന്തായാലും ഭാഗ്യം, അവിടെ അതിൽ സഞ്ചരിച്ച ആളുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. സാധാരണ പുക ഉയർന്ന് പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പരിക്കുകളൊക്കെ പറ്റാൻ സാധ്യതയുള്ളതായിരുന്നു. ഭാഗ്യത്തിന് അവരെല്ലാം രക്ഷപ്പെട്ടു. കാറിൽ നിന്ന് പുക കണ്ട ഉടനെ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്തത്. സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. മനുവാണ്. മനു നമസ്കാരം. പറഞ്ഞോളൂ മനു. നമസ്കാരം. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ വയനാട്ടിലെ ഭൂരിഭാഗം വരുന്ന ആദിവാസി കുട്ടികൾക്ക്, കോളേജുകളിൽ പഠിക്കുന്ന ആദിവാസി കുട്ടികൾക്ക് ഈ ഗ്രാന്റ് നിലച്ചിട്ട് വർഷങ്ങളായി. അപ്പൊ നമ്മൾ ഈ ഗ്രാന്റ് 2020 അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇപ്പൊ സർട്ടിഫിക്കറ്റ് ആണ്, അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ ഏത് മന്ത്രിയുടെ ചാർജിലാണ് ഇതുള്ളത്? ശരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണോ അതോ SC/ST ഡിപ്പാർട്ട്മെന്റിലാണോ ഉള്ളത്? സാർ, വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഇത് വരുന്നുണ്ട്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള IHRD കോളേജുകളിലാണ് മെയിൻ ആയിട്ട് ഇത് കിട്ടാത്തത്, പ്രധാനമായിട്ടും കൊടുക്കാത്ത. അപ്പൊ താങ്കളൊരു കാര്യം ചെയ്യോ, ഈ രണ്ട് മന്ത്രിമാർക്കും ഒരു പരാതി അയക്കുക. ഈ നവകേരള സദസ്സിൽ ഹാജരായിട്ട് ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നല്ലോ. അല്ല, നമ്മള് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഹാജരായിട്ടുണ്ടായിരുന്നു. ഹാജരായ എന്നിട്ട് ഇത് പറയാൻ പറ്റിയില്ലേ? വെച്ച് നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് താങ്കൾക്കൊന്ന് ചെക്ക് ചെയ്യാമോ? അങ്ങനെ പരാതി വല്ലതും കൊടുക്കുന്നില്ല, അതിന്റെ ഒരു കോപ്പി നമുക്ക് കൂടി അയച്ചാൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മളൊന്ന് ശ്രമിക്കാം. 24-ന്റെ ഒരു താല്പര്യം അതിലുണ്ടാകും.
എന്താ പറയുക, നമ്മൾ ഈ പ്ലസ് ഓക്കെ, എന്തായാലും താങ്കൾ വിളിച്ച സന്തോഷം. എന്തായാലും താങ്കൾ ഇത് വിടാതെ ഫോളോ ചെയ്യുക. നമുക്ക് നമ്മുടെ കാര്യം വേണ്ട. ഈ ഗ്രാൻഡ് ലഭിക്കാൻ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ജില്ലാ ഭരണ തലത്തിലാണെങ്കിൽ അവിടെ തീരുമാനിക്കട്ടെ. പക്ഷേ താങ്കൾ വിടാതെ പിന്തുടരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. മനുവാണ് വിളിച്ചത്. താങ്ക് യു ഫോർ കോളിംഗ് മനു. ഇതുപോലെ പ്രേക്ഷകരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നമുക്ക് കോപ്പികൾ ലഭിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ കോപ്പികൾ കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി നമുക്ക് തൂത്തുക്കുടിയിലേക്കാണ് പോകേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയുന്ന പോലെ തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ മഴയ്ക്ക് ശമനമുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ വെള്ളക്കെട്ടും അതോടൊപ്പം ദുരിതങ്ങളും തുടരുന്നു എന്നാണ് അവിടെയൊക്കെ സന്ദർശിച്ച നമ്മുടെ പ്രതിനിധി MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് അദ്ദേഹം തൂത്തുക്കുടിയിൽ എത്തിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. തിരുനെൽവേലിയും തൂത്തുക്കുടിയിലുമൊക്കെ വലിയ മഴയായിരുന്നു. അപ്പോൾ തൂത്തുക്കുടിയിൽ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരം എന്നറിയാൻ നമ്മുടെ പ്രതിനിധി അവിടെ ക്യാമ്പ് ചെയ്യുന്നു MG പ്രതീഷ്. പ്രതീക്ഷയിലേക്ക് നമുക്ക് പോകാം. പ്രതീഷ്, തൂത്തുക്കുടിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയോ? വെള്ളക്കെട്ടിന് ശമനമുണ്ടോ? ജനങ്ങളുടെ ദുരിതം മാറി തുടങ്ങിയോ? പിന്നീട് അവിടെ മഴ പെയ്തോ? ഞാനിപ്പോഴുള്ളത് തൂത്തുക്കുടി നഗര മേഖലയിലാണ്. തൂത്തുക്കുടിയിലെ പല മേഖലകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഈ വെള്ളക്കെട്ടിന് ഇപ്പോഴും ശമനമില്ല. നിരവധി ആളുകൾ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നഗര മേഖലകളിലെ ഉള്ള തന്നെ വെള്ളക്കെട്ടാണ്. തിരുച്ചെന്തൂരിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കുള്ള ബൈപ്പാസ് റോഡാണ്, പ്രധാന റോഡാണ്. ഇവിടെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നഗരമേഖലകളിലും ബസ് സ്റ്റാൻഡുകളിലും അടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി. ഇവരെയൊക്കെ തന്നെ പല മേഖലകളിലേക്കും പല ക്യാമ്പുകളിലേക്കും ഓഡിറ്റോറിയങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്. ആഹാരവും ഒപ്പം വെള്ളത്തിനുമടക്കം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. എപ്പിടി ഇരിക്കുകയാണ്? 3 நாளாச்சு. இன்னைக்கு தான் கடை திறந்து இப்போ நீ தான் ஆளுக்கு வெளியே வரும். அது வரைக்கும் 3 நாள் வெளியே வர முடியல. ஃபுல்லாக தண்ணி இவ்வளோ தண்ணி இருந்துச்சு. இப்போ தான் கொஞ்சம் குறைஞ்சிருக்கு. 3 நாளாக வெளியே வரணும். இப்போ தான் ஜாமனை வாங்கிட்டு போகிறோம். வீட்டு பொருள், வீட்டுக்கு சமையலுக்கு உள்ள பொருள் வாங்கிட்டு போகிறோம். 3 நாளாச்சு கடை திறந்து. இன்னைக்கு தான் வந்து வாங்கிட்டு போகிறோம். சாப்பாட்டுக்கெல்லாம் ரொம்ப கஷ்டம். தண்ணி அதிகமான வீட்டுக்குள்ளெல்லாம் தண்ணி ஏறிட்டு வீட்டுக்கு இடுப்பறையில் இந்த மாதிரி தண்ணி ஒன்றும் முன்னாடியே வந்து இதுவரை எனக்கு 47 வயசு ஆகுது. இதுவரை நான் தண்ணி இவ்வளவு தண்ணி பார்த்தது கிடையாது. இதுதான் ஃபர்ஸ்ட் டைம் இந்த ஏரியாவில் இந்த தண்ணி இவ்வளோ தண்ணி ஜாஸ்தியாக பார்த்தது. சார் தண்ணி இறங்கல, அப்படிதான் இருக்கு. இந்த தண்ணி எடுத்தா தான் போகும். கவர்மெண்ட் வந்து ஒரு சலுகையும் செய்யல. வந்து யாரும் எட்டி பார்க்கல. ஒரு பாக்கெட் பிஸ்கட் கூட கொடுக்கல. கேட்டா ரூபா கொடுத்துட்டாங்க. ஒரு உள்ள தெரு ஃபுல்லா முங்கி தான் கிடக்கு. உள்ள கவுன்சிலரா யாரும் வரல. அங்க ரொட்டி கொடுத்தாங்க, சாப்பாடு கொடுத்தாங்க, அதோட சரி. அது பிறகு யாரையும் எங்களை பார்க்க வரல. ഈ പ്രധാനമായും ഈ നാട്ടുകാരുടെ ആരോപണം നേരത്തെ ഒക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെതിരെയാണ്. ഈ ഗവൺമെന്റോ മറ്റ് അധികാരികളോ ഉദ്യോഗസ്ഥരോ ആരും തന്നെ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ അടക്കം പരാതി. 2 ദിവസമായി കൃത്യമായി ഭക്ഷണമോ ആഹാരമോ ഒന്നും തന്നെ ആർക്കും ലഭിക്കുന്നില്ല. എന്തായാലും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇതോടെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പല മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പക്ഷേ ഈ ക്യാമ്പുകളിലും പല ഇടങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ആഹാരമടക്കം എത്തിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. തൂത്തുക്കുടി ടൗണിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് തൊഴിയങ്കോടിനൊപ്പം MG പ്രതീഷ്, 24. കഷ്ടമാണ് ഈ പാവങ്ങളുടെ പ്രശ്നം. പ്രളയം നാശം വിതച്ച തൂത്തുക്കുടിയിലും തിരുനെൽവേലിയും ഇനി കാസർഗോഡുകാരുടെ പ്രശ്നം പോലെയാണോ? കാസർഗോഡ് വളരെ വിദൂരത്തിൽ കിടക്കുന്ന ജില്ലയാണെന്നതുകൊണ്ട് ഈ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് ആൾക്കാർ ട്രാൻസ്ഫർ ആകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുക, ഈ കാസർഗോഡ് MBBS പാസ്സായ ഒരുപാട് ആൾക്കാരില്ലേ, അവരെ അവിടെ അങ്ങ് നിയമിച്ചാൽ പ്രശ്നം തരില്ല. അവിടെ അത്ര കൂടുതൽ ആൾക്കാരൊന്നും MBBS പാസ്സായി നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ തൂത്തുക്കുടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ വൈദ്യുതിയില്ല, വെള്ളമില്ല, സർക്കാർ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജനങ്ങൾ അവിടെ പൊറുതിമുട്ടുകയാണ്. കഴിയും 3-4 ദിവസങ്ങളായി ഈ അവസ്ഥ അവിടെ തുടങ്ങിയിട്ട്. തൂത്തുക്കുടിയിലെ ഗ്രാമ മേഖലകളിൽ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ദൈനംദിനം ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഭക്ഷണത്തിന് പോലും അവർ ബുദ്ധിമുട്ടുന്നുവെന്നാണ് തൂത്തുക്കുടിക്കാർ പറയുന്നത്. കാരുണ്യവും ശ്രദ്ധയും തമിഴ്നാട് സർക്കാരിൻ്റെ ഈ ഭാഗത്തേക്ക് ചൊരിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം. ഇനി നമുക്ക് പോസിറ്റീവായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. ചില ആളുകളൊക്കെ പറയുന്ന ഈ വൈകിട്ട് ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി കൊടുക്കുന്നത് തന്നെ ഇത്തരം നെഗറ്റീവ് വ്യാഖ്യാനങ്ങൾ നടത്താനാണ്. അതല്ല നമ്മുടെ ലക്ഷ്യം. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരിക, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിന് നമ്മളാൽ കഴിയുന്ന പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുക, അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം വളരെ പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റും പ്രകാശം ചൊരിയുന്ന നല്ല കാര്യത്തെക്കുറിച്ചുള്ള ക്യാപ്സൂളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ബി പോസിറ്റീവ്.
കൊച്ചിയുടെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് രാജേന്ദ്ര മൈതാനിക്ക്. നിങ്ങൾക്കറിയാം, കൊച്ചി കായലോരത്തെ ഈ മൈതാനത്തിരുന്ന് കൊച്ചിയെക്കുറിച്ച് സ്വപ്നം കണ്ടവരിൽ VR കൃഷ്ണയ്യരുണ്ട്, അതുപോലെ MK സാനുമാഷുണ്ട്, അവരൊക്കെ ഉണ്ട്. നവീകരണത്തിന് ശേഷം കൃഷ്ണയ്യർ മാഷ് VR കൃഷ്ണയ്യർ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം അന്തരിച്ചു പോയി. സാനുമാഷ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. നവീകരണത്തിന് ശേഷം വീണ്ടും ഈ രാജേന്ദ്ര മൈതാനം തുറന്നു കൊടുക്കുന്നു എന്ന സന്തോഷമായ വാർത്ത, പോസിറ്റീവായ ന്യൂസ് നമ്മൾ അറിയിക്കുകയാണ്. നിരവധി ആളുകൾ സമാധാന അന്തരീക്ഷത്തിൽ ഈ രാജേന്ദ്ര മൈതാനിയിൽ സമയം ചെലവഴിക്കാനായി വരുന്നു എന്നുള്ളത് പോസിറ്റീവായ ഒരു കാര്യം. സമാധാനപരമായി ഒരു വൈകുന്നേരം കൊച്ചി നഗരത്തിൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം എത്താവുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു കൊച്ചിയിലെ രാജേന്ദ്ര മൈതാനി. ചരിത്രപരമായി കൊച്ചിക്കാർക്കേറെ ഹൃദയബന്ധമുള്ളതാണ് രാജേന്ദ്ര മൈതാനി. കൊച്ചിയിൽ വളർന്ന് ലോകത്തോളം തലപ്പൊക്കമെത്തിയ ഒരുപിടി വിശ്വപൗരന്മാരുടെ സ്ഥിരം സംഗമകേന്ദ്രം കൂടിയായിരുന്നു ഒരു കാലത്ത് രാജേന്ദ്ര മൈതാനി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലും രാജേന്ദ്ര മൈതാനിക്ക് സ്ഥാനമുണ്ടായിരുന്നു. കുട്ടികളുമായും കുടുംബവുമായുമൊക്കെ നിരവധി പേരെത്തിയിരുന്ന രാജേന്ദ്ര മൈതാനി ദീർഘകാലമാണ് അടച്ചിട്ടത്. അതിനുശേഷം തുറന്നപ്പോൾ നിരവധി ആളുകളാണ് വീണ്ടും എത്തിത്തുടങ്ങിയത്. ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളും വൈകുന്നേരം വന്ന് ഇവിടെയൊക്കെ ഒന്ന് ജീവിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതിനിയും പ്രോത്സാഹിപ്പിക്കണം. അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതലായി ചെയ്തു കൊടുക്കേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതാണെങ്കിലും പഴയ ഒരു പ്രൗഢിയിലേക്ക് രാജ്യം എത്തിച്ചുകൊണ്ടിരാൻ കഴിയുന്നതിൻ്റെ ഒരു സംതൃപ്തി GCDAക്ക് ഉണ്ട് എന്ന് മാത്രം ഞാൻ പറയുകയാണ്. GCDAയുടെ നേതൃത്വത്തിൽ പഴമയും തനിമയും നിലനിർത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും രാജേന്ദ്ര മൈതാനി തുറന്നുകൊടുത്തു. വിശാലമായ ഇരിപ്പിടങ്ങളും പുൽത്തകിടിയുമൊക്കെ ഒരുക്കി. ഡിസൈനും പ്ലാനിങ്ങും CSML ആണ് ഡിസൈനും പ്ലാനിങ്ങായിട്ട് വന്നത്. ഇപ്പോൾ രാജേന്ദ്ര മൈതാനം നമ്മളപ്പോൾ ഒരു റെനോവേഷൻ്റെ സ്റ്റേജിലായിരുന്നു അത്യാവശ്യമായിട്ടുള്ളപ്പോൾ നമ്മളതിന് CSMLന് NOC കൊടുക്കുമായിരുന്നു. അങ്ങനെ CSML തന്നെ കൺസൾട്ടൻ്റ് ഡിസൈൻ വന്ന് എക്സിക്യൂഷൻ സ്റ്റേജിലാണ്. ഇപ്പോൾ ഇനി കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും കൂടി തീരാനുണ്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റായി. കൊച്ചിയുടെ നഗരത്തിരക്കുകളിൽ അലഞ്ഞു ക്ഷീണിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ശുദ്ധവായു ശ്വസിക്കാനും സൂര്യാസ്തമയം കാണാനുമൊക്കെ എല്ലാവരും എത്തുകയാണ് വീണ്ടും രാജേന്ദ്ര മൈതാനിയിലേക്ക്. VS രാഹുലിനൊപ്പം S ശ്യാംകുമാർ, 24 കൊച്ചി. രാജേന്ദ്ര മൈതാനത്തെ കാഴ്ചകൾ നന്നായിരിക്കുന്നു. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ മൈതാനമുള്ളത്. GCDA ചെയർമാൻ K ചന്ദ്രപിള്ള, അദ്ദേഹം നിങ്ങൾക്കറിയുന്ന പോലെ മുൻ MP ആണ്. അദ്ദേഹം ഒരു സഹൃദയനാണ്, സാധാരണക്കാരൻ്റെ വികാരമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെയൊക്കെ ആളുകൾ എത്തട്ടെ. കൊച്ചി നഗരത്തിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് മാറി ഒരല്പം ആശ്വാസമാക്കുന്ന ഇടമായി ഈ രാജേന്ദ്ര മൈതാനം. അപ്പോൾ കുറേ പണമൊക്കെ GCDA ചെലവഴിച്ചിട്ടാണ് ഇതിങ്ങനെ നവീകരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെല്ലണം. കാര്യം ഈ സ്ഥാപനമൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അത് ധനപരമായി ശരിയല്ലെങ്കിൽ അതൊക്കെ അടച്ചു കൂട്ടില്ലേ. അപ്പോൾ കൊച്ചിയിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി രാജേന്ദ്ര മൈതാനം മാറട്ടെ. ഈ മൈതാനം നിങ്ങൾ പ്രിഫർ ചെയ്യണം. അത്രയും കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി സൗകര്യങ്ങൾ എന്തെങ്കിലും ബാക്കി ഒരുക്കാനുണ്ടെങ്കിൽ നമുക്ക് ശ്രീ ചന്ദ്രൻപിള്ളയെ നേരിട്ട് പിടിച്ച് അതും റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് ഈ നമ്മുടെ ധോണി എന്ന് പറയുന്ന പാലക്കാട്ടെ വനമേഖലയിലേക്കാണ്. നിങ്ങൾക്കറിയാം, കുറേ അധികം കാലം ഈ ധോണി ജനശ്രദ്ധ നേടിയത് PT7 എന്ന കാട്ടാനയുടെ പരാക്രമം കൊണ്ടാണ്. അന്ന് യഥാർത്ഥത്തിൽ PT7 കൂട്ടിലായതോടെ അവിടുത്തെ ജനങ്ങൾ ആശ്വസിച്ചു, സമാധാനമായി. എന്നാൽ അവർക്ക് സമാധാനം കിട്ടുന്നില്ല. വളർത്തുമൃഗങ്ങളെ ഇപ്പോൾ ആക്രമിക്കുന്ന പുലിയെക്കുറിച്ചുള്ള പേടിയാണ്, പുലിപ്പേടിയാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് കഴിയുന്നത്. രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത്. വന്യമൃഗങ്ങളെ ചെറുക്കാൻ മനമുപൊരുക്കിയ പദ്ധതികൾ പാളിപ്പോയതാണ് തിരിച്ചടിയായതെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ എന്തായാലും ഈ ധോണി മേഖല ഇപ്പോൾ വല്ലാത്ത ഭീതിക്ക് നടുവിലാണ്. ഇത് ധോണി. ഒരു കാലത്ത് PT7 എന്ന കൊമ്പൻ ഏറെ ആശങ്ക വിതച്ച നാട്. PT7 കൂട്ടിലായതോടെ ധോണി നിവാസികൾ ഏറെ ആശ്വസിച്ചെങ്കിലും അവരുടെ ഉറക്കം കെടുത്തി ഇപ്പോൾ പുലിയും കാട്ടുകൊമ്പന്മാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ദിവസവും അർദ്ധരാത്രി ധോണിയിലെത്തുന്ന ഒറ്റയാൻ ഏക്കർ കണക്കിനിടത്തെ കൃഷിയാണ് ഇതിനോടകം നശിപ്പിച്ചത്. നേരം പുലരും വരെ ജനവാസ മേഖലയിൽ കറങ്ങി നടപ്പാണ് ഒറ്റയാൻ. നേരത്തെ PT7 എന്ന ഒറ്റ ആനയെ പേടിച്ചാൽ മതിയായിരുന്നു ധോണി നിവാസികൾക്ക്. എന്നാൽ ഇപ്പോൾ സാഹചര്യം അതല്ല. ഒന്നിച്ചും കൂട്ടമായുമൊക്കെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കൊമ്പന്മാർ.
ആ ഭാഗത്ത് മുഴുവൻ ആന ഈ ഇടയ്ക്ക് പോലും ആ ഭാഗത്ത് പെരുന്തിരുത്തിക്കളം ആ ഭാഗത്ത് ഒരുപാട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ കൃഷി ചെയ്യാതെ ഈ ഏരിയ മുഴുവൻ കൃഷി ചെയ്യാത്തത് ഈ ആനകളെയും വന്യമൃഗങ്ങളെയും പേടിച്ചിട്ടാണ് കൃഷി ചെയ്തായിരിക്കുന്നത്. ആനപ്പേടിക്കൊപ്പമാണ് ഭീതി ഇരട്ടിയാക്കി ജനവാസ മേഖലയിൽ പുലിയും എത്തിയത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഇതോടെ നേരം ഇരുട്ടിയാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണ് ധോണി നിവാസികൾക്ക്. ഈ ഇടയ്ക്ക് പുലി നായനെ കൊണ്ടുപോയി. നായനെ കൊണ്ടുപോയത് കൂട് വെച്ചത് അപ്പുറത്ത്. ഒരു ദിവസം കൂട് വെച്ചും കൊണ്ട് ആ കൂട് എടുത്ത് മാറ്റിക്കൊണ്ടുപോയി. പിന്നെ എന്തിനാ കൂട് വെച്ചത്? ഇപ്പോൾ പുലിക്കായി കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ് വനംവകുപ്പ്. വന്യമൃഗശല്യം ചെറുക്കാൻ ധോണിക്കാർക്ക് വനംവകുപ്പ് നൽകിയ വാഗ്ദാനമായിരുന്നു വനാതിർത്തിയിലെ സോളാർ വേലി. ഇത് നടപ്പായില്ലെന്ന് മാത്രമല്ല, കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന RRTയുടെ പ്രവർത്തനവും താളം തെറ്റിയെന്നാണ് ധോണിക്കാർ പറയുന്നത്. ഇതോടെ ഭീതിയുടെ നിഴലിൽ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ് ഈ മനുഷ്യർ. കാട്ടാന എത്തിയെന്ന് നാട്ടുകാർ വിളിച്ചു പറയുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തും. പടക്കം പൊട്ടിച്ചോ മറ്റോ കാട്ടാനകളെ കാടുകയറ്റും. അടുത്ത ദിവസവും ആവർത്തിക്കുക ഇതേ സംഭവം. അപ്പോഴേക്കും പക്ഷേ നിരവധി കൃഷിയിടങ്ങൾ ഈ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരിക്കും. കാട്ടാന വിതയ്ക്കുന്ന ഭീതിക്കൊപ്പമാണ് മേഖലയിൽ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യവും. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം ധോണിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ധോണിക്കാരോട് നമ്മൾ ഈ കാര്യം അന്വേഷിച്ചു. നാടിനെ വിറപ്പിച്ച PT7 ഒപ്പം എത്തിയ കാട്ടാനകളാണ് വീണ്ടും എത്തുന്നത് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. പഴയ സ്നേഹം വെച്ച് വരികയാണോന്നറിയില്ല. കൂട്ടിന് പുലി കൂടി ആയതോടെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി ധോണിക്കാർക്ക്. വന്യമൃഗങ്ങളെ തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ വേണമെന്നാണ് ധോണിക്കാർ പറയുന്നത്. കാര്യം ഈ നമ്മുടെ വനാതിർത്തികളിലൊക്കെ തന്നെ പല പ്രദേശങ്ങളിലും കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്നു എന്ന് കേട്ടപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ആദ്യം. എന്നാൽ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഇത് കേൾക്കുന്നു. ധോണിക്കാരും വല്ലാത്ത ഭീതിയിൽ കഴിയുന്നു. അവരുടെ പ്രതികരണങ്ങൾ കേൾക്കണ്ടേ? കടുത്ത വാക്കുകളിലാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടില്ല, മറ്റേ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടില്ല. അവരവരുടെ ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ വരും പോവും. പിന്നെ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമാണ് ഇവിടെ. കുരങ്ങ ഒരു സാധനം കിട്ടാൻ പോയില്ല. വീട്ടുകളിൽ വന്നാൽ തെങ്ങ്, അതുപോലെ തന്നെ ഇളനീരില്ല, പിന്നെ പുളി, മാങ്ങ, ചക്ക, മാങ്ങ അതൊന്നും കിട്ടില്ല. അതെല്ലാം തിന്നിട്ട് പോവുകയല്ലേ. ശല്യം കൂടുതലാണ് ഇപ്പോൾ ഇവിടെ. നല്ല ശല്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ വർഷം എന്തോ ചെറിയ ആൻ്റെ ഒരു പ്രശ്നം കുറവുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ വിളക്കിറങ്ങിയിട്ടില്ല. ആ ഭാഗത്ത് അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ എത്തുന്നുണ്ട്. പിന്നെ കുരങ്ങ് ഇതൊക്കെ ഉണ്ട്. പിന്നെ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു, അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ പാൽപ്പാട് ഞാൻ കണ്ടിരുന്നു പോയപ്പോൾ, സാധനത്തെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്, ഒരു 2 മാസം മുന്നാണ് നമ്മുടെ സമീപ പ്രദേശമായ മായാവരം ബന്ധപ്പെടുത്തിക്കൊണ്ട് ആന ഇറങ്ങിയും അതുപോലെ തന്നെ കൃഷിയും നെൽവയലും വാഴകൾ നശിപ്പിക്കുകയുണ്ടായി. റാണിമോൾ യൂട്യൂബിൽ പറയുന്നത് SK ഇത് അപ്പൂപ്പന്മാരുടെ ടീഷർട്ടാണെന്നാണ് പറയുന്നത്. എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പോൾ അതുപോലെ കുഞ്ഞു മുഹമ്മദ് പറയുന്ന ഒരു കാര്യം, കുഞ്ഞു മുഹമ്മദ് പറയുന്നു ഈ രാജേന്ദ്ര മൈതാനം നമ്മൾ പറഞ്ഞല്ലോ, എറണാകുളത്തെ ഹൃദയഭാഗത്തുള്ള ആ മൈതാനം. അതുപോലെ തൃശ്ശൂരിൽ വടക്കുന്നാഥൻ മുമ്പിലൊരു മൈതാനമുണ്ട്, തേക്കൻകാട് മൈതാനം. ആ മൈതാനത്തെക്കുറിച്ച് കൂടി പറഞ്ഞിരിക്കുന്നു. തൃശ്ശൂർക്കാരും പാലക്കാടുകാരും ഒക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് തേക്കൻകാട് മൈതാനം. തേക്കൻകാട് മൈതാനത്തെ ആർക്കും കുറച്ച് പറയാൻ കഴിയില്ല. മാത്രമല്ല അവിടെയും സാനുമാഷയെ പോലെ, അതല്ലെങ്കിൽ നമ്മുടെ VR കൃഷ്ണയ്യരെ പോലെ അവിടെ ഇരുന്ന് കാറ്റുകൊണ്ട ഒരാളുണ്ട്, C അച്യുതമേനോൻ. അദ്ദേഹം ഒരുപാട് കാലം വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ ഒഴിഞ്ഞ ബെഞ്ചിൽ പോയി ആരുമില്ലാതെ ഏകാന്തനായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ദൃശ്യത്തിൽ പകർന്നൊരു ഫോട്ടോഗ്രാഫറും തൃശ്ശൂരിലുണ്ട്, മൊണോലിസ ജനാർദ്ദനൻ. ഇനിയൊരു ഇടവേള, ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, യൂട്യൂബ് സന്ദേശം ദിനേശ് ഹരിപ്പാടാണ് എഴുതുന്നത്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൻ്റെ നിർമ്മാണത്തിന് ദേവസ്വം 19 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷേ മാസങ്ങളായിട്ടും പണിയൊന്നും നടക്കുന്നില്ല. തൈപ്പൂയം വരാൻ പോകുന്നു. ഭക്തന്മാർ വളരെ ബുദ്ധിമുട്ടും എന്നാണ് ദിനേശ് പറയുന്നത്. ദിനേശിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ റോഡിൻ്റെ പണി പെട്ടെന്ന് നടക്കണം. അപ്പോൾ ഇനി നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ, അത് ഇന്ന് നിരന്തരം നമ്മെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വ്യാജൻ. ചലച്ചിത്ര നടൻ മോഹൻലാൽ കണ്ണൂരിലെ RSS കാര്യാലയം സന്ദർശിച്ചു എന്ന അവകാശവാദത്തിൽ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കണ്ണൂരിലെ RSS കാര്യാലയത്തിൽ സന്ദർശനം നടത്തിയെന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ വീഡിയോ. പ്രചരിക്കുന്ന ചിത്രത്തിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? നമ്മുടെ ഫാക്ട് ചെക്ക് വിഭാഗം അന്വേഷിക്കുന്നു. മോഹൻലാൽ കണ്ണൂർ RSS കാര്യാലയത്തിൽ സുകുമാർ അഴീക്കോടിന്റെ ദീർഘവീക്ഷണം എത്ര സത്യം? ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ നൽകിയാണ് ചിത്രം പ്രചരിപ്പിക്കുന്നത്. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരവധി പേർ ചിത്രം പങ്കുവച്ചതായി കണ്ടെത്തി. പല പോസ്റ്റുകളിലും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ
കാണാൻ സാധിച്ചു. തുടർന്ന് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ സോഷ്യൽ മീഡിയ കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും പ്രചരിക്കുന്ന ചിത്രം കണ്ടെത്തി. ആശുപത്രിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ മോഹൻലാൽ എത്തിയപ്പോൾ അന്നെടുത്ത ചിത്രമാണ് പ്രചരിക്കുന്നതെന്ന് മനസ്സിലായി. ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് ആശുപത്രിയിലെ കോൺഫറൻസ് റൂമിൽ വെച്ച് ചടങ്ങിനെത്തിയ നേതാക്കൾ മോഹൻലാലിനൊപ്പം പകർത്തിയ ചിത്രമാണ് വ്യാജ അടിക്കുറിപ്പുകൾ നൽകി പ്രചരിക്കുന്നത്. മോഹൻലാൽ RSS ഓഫീസ് സന്ദർശിച്ചാൽ അത് വലിയ രീതിയിൽ വാർത്തയാകേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളൊന്നും കണ്ടെത്തിയില്ല. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ വാർഷികം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അതിഥിയായി പോയ മോഹൻലാൽ കണ്ണൂരിലെ RSS കാര്യാലയം സന്ദർശിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ എഴുതി പിടിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ തെറ്റായി ചിത്രീകരിച്ചത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതോടെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി പ്രജിൻ സി കണ്ണൻ ചേരും. അതുപോലെ നമ്മൾ തമ്മിൽ കാണുക ഇനി നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. അതുപോലെ പ്രജിൻ സി കണ്ണൻ്റെ ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൂപ്പർ ഫാസ്റ്റ് എൻകൗണ്ടറാണ്. KR ഗോപികൃഷ്ണൻ ചേരും. അപ്പോൾ ഓവർ ടു പ്രജിൻ സി കണ്ണൻ. ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആരംഭിക്കുന്നു. ഗുഡ് ബൈ.